ദീർഘകാലമായി പ്ലാസ്റ്റിക് ബോട്ടിലുകളിൽ വെള്ളം കുടിക്കുന്ന ആളാണോ നിങ്ങൾ? എങ്കിലും നിങ്ങൾ മാറി ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു. കാരണം പ്ലാസ്റ്റിക് ബോട്ടിലുകളിൽ കൂടുതലായിട്ട് വെള്ളം നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ചൂട് ഏൽക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ സൂര്യപ്രകാശം ഏൽക്കുന്ന സ്ഥലത്തോ ഒക്കെയാണ് സൂക്ഷിക്കുന്നതെങ്കിൽ പ്ലാസ്റ്റിക്കിൽ അടങ്ങിയിട്ടുള്ള കെമിക്കലുകൾ വെള്ളത്തിലേക്ക് കലരാനുള്ള സാധ്യത കൂടുതലാണ്. ബിസ്ഫിനോൾ എ എന്ന് പറയുന്ന പ്ലാസ്റ്റിക്കിൽ അടങ്ങിയിട്ടുള്ള മോളിക്യൂൾ ഇത്തരം സാഹചര്യങ്ങളിൽ വെള്ളത്തിൽ കലരുകയും അത് നമ്മുടെ ഹോർമോൺ സിസ്റ്റത്തെ സാരമായിട്ട് ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ബിസ്ഫിനോൾ എ നമ്മുടെ ബോഡിയിൽ എത്തുകയാണെങ്കിൽ നമ്മളെ തൈറോയിഡ് ഹോർമോൺ അല്ലെങ്കിൽ അതുപോലെ ഇൻസുലിന, റീപ്രൊഡക്റ്റീവ് ഹോർമോണുകൾ ഇവയെല്ലാം ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ബോട്ടിലുകളിൽ അടങ്ങിയിട്ടുള്ള താലേറ്റ് എന്ന് പറയുന്ന കെമിക്കൽ, ഇത്തരം കെമിക്കൽ നമ്മുടെ ബോഡിയിൽ എത്തുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള ടെസ്റ്റോസ്റ്റിറോണിന്റെ ലെവൽ കുറയ്ക്കുന്നതിന് കാരണമാകുന്നു. അത് നമ്മുടെ പ്രത്യുൽപാദന ശേഷിയെ തന്നെ സാരമായി ബാധിക്കുന്നതിനും കാരണമാകുന്നു. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ബോട്ടിൽ അടങ്ങിയിട്ടുള്ള സ്റ്റൈറിൻ, ആന്റിമണി പോലെയുള്ള കെമിക്കലുകൾ അമിതമായ ചൂടേൽക്കുന്ന സാഹചര്യത്തിൽ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ വരികയാണെങ്കിൽ നമ്മുടെ വെള്ളത്തിലേക്ക് ഇറങ്ങാനും അത് നമ്മുടെ ബോഡിയിൽ എത്താനും കാരണമാവുന്നുണ്ട്. ഈ രണ്ട് കെമിക്കലും നമ്മുടെ ബോഡിയിൽ ക്യാൻസർ ഉണ്ടാക്കാൻ കാരണമാവുന്ന കെമിക്കലാണ്. ഇത് മാത്രമല്ല, ചെറിയ ചെറിയ മൈക്രോ പ്ലാസ്റ്റിക്കുകൾ ഈ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ കുറേ കാലം നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ബോഡിയിലേക്ക് കയറാനും അത് ഗട്ട് ഇൻഫ്ലമേഷൻ ആയിട്ടും അല്ലെങ്കിൽ നമ്മളെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തെ ബാധിക്കുന്ന അസുഖങ്ങളായിട്ടൊക്കെ പിന്നീട് മാറാൻ കാരണമാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് ബോട്ടിലുകളിൽ നിന്നും സ്റ്റീൽ ബോട്ടിലേക്കോ അല്ലെങ്കിൽ ഗ്ലാസിന്റെ ബോട്ടിലുകളിലേക്കോ മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഉപയോഗിക്കുമ്പോൾ BPA ഫ്രീ ആയിട്ടുള്ള പ്ലാസ്റ്റിക് ബോട്ടിലാണെന്ന് ഉറപ്പുവരുത്താനും മറക്കേണ്ട.